ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഈ വാർത്ത മന്ത്രി മുഹമ്മദ് റിയാസ് കാണുന്നതിന് വേണ്ടിയാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തിന്റെ കുഴപ്പം? തലസ്ഥാന നഗരത്തിലെ 25 റോഡുകൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞത്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ലേ എന്ന കുറ്റപ്പെടുത്തലും മന്ത്രി നിയമസഭയിൽ നടത്തി. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. മന്ത്രി പറഞ്ഞ റോഡുകളിലൂടെ മാധ്യമങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ച ആ റോഡുകളിലൂടെ ഞങ്ങൾ പോവുകയാണ്. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അറിയാം സാർ. എല്ലാം കള്ളന്മാരാ. സാർ, ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ. ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ? എന്തായാലും മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി ഈ റോഡുകളൊക്കെ പണി കഴിപ്പിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ട് പോലും അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. എന്തായാലും മന്ത്രി പറഞ്ഞില്ലേ, ആ റോഡുകളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം, എങ്ങനെയുണ്ട് ഗുണനിലവാരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടോ കാര്യങ്ങൾ ചോദിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരുന്നത്. പെൻസർ ജംഗ്ഷൻ AKG ജംഗ്ഷൻ റോഡ് 21/3 തുറന്നു കൊടുത്തു. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇതാണ് മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ റോഡ്. വഞ്ചിയൂർ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഈ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതേപടി നിയമസഭയിൽ വായിക്കാൻ മന്ത്രിക്ക് എങ്ങനെ തോന്നി? എന്റെ അമ്മയെ നാട്ടിച്ചു.